അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം തുടങ്ങിയപ്പോൾ സ്ഥിരം നമ്മൾ കേൾക്കുന്ന ഒന്നാണ് ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ച്. പക്ഷെ ഹോർമൂസ് കടലിടുക്കിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നാം തിരിച്ചറിഞ്ഞത് നമ്മുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിന്റെ ലഭ്യതയുടെ കാര്യത്തിൽ കുറവ് വന്നപ്പോഴും പെട്രോൾ ഡീസൽ വില കൂടുമോ എന്ന ആശങ്ക ഉയർന്നപ്പോഴുമാണ്. അതോടുകൂടി ഹോർമൂസ് ചില്ലറക്കാരനല്ലെന്ന് നമുക്ക് മനസ്സിലായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താക്കീതുകൾക്കും ഇറാന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കും അപ്പുറം ഈ കടലിടുക്ക് തുറക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായ ചില കാരണങ്ങൾ പുറത്തു വരുന്നു. ഇത് വെറും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം മാത്രമല്ല, ആഗോള സമ്പദ് വ്യവസ്ഥയെ വീഴ്ത്താൻ ശേഷിയുള്ള ആഴക്കടലിലെ അപകടങ്ങളും കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇറാൻ പോലും ഇപ്പോൾ ഈ പാതയെ ഭയപ്പെടുന്നത്? ആ ചതിക്കുഴികളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയണം. ഈ കടലിടുക്കുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ചില ആശങ്കകളും നിലനിൽക്കുന്നതാണ്. അത്തരത്തിലൊരു റിപ്പോർട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ കേന്ദ്രമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തുറക്കാത്തതിന് പിന്നിൽ വെറും രാഷ്ട്രീയ കാരണങ്ങളല്ലെന്നാണ് റിപ്പോർട്ട്. കടലിനടിയിൽ പതിയിരിക്കുന്ന അപകടങ്ങളാണ് ഇതിന് പ്രധാന തടസ്സമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും കടലിടുക്ക് തുറക്കാത്തതിന്റെ കാരണങ്ങൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. യുദ്ധം ആരംഭിച്ച സമയത്ത് ഇറാൻ പലയിടങ്ങളിലും കടൽ മൈനുകൾ സ്ഥാപിച്ചിരുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് കടലിടുക്കിൽ വ്യാപകമായി മൈനുകൾ സ്ഥാപിച്ചത്. ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് സ്ഥാപിച്ച മൈനുകൾ ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇറാന് സാധിക്കുന്നില്ലത്രേ. കടലിനടിയിൽ 6000-ഓളം മൈനുകൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്നും അടിയൊഴുക്കുള്ള പ്രദേശങ്ങളിൽ ഈ മൈനുകൾ സ്ഥാനം മാറിയിട്ടുണ്ടാകാമെന്നും കണ്ടെത്താനാകാത്ത ഒരു മൈൻ പോലും വലിയ കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ളതായതിനാൽ കപ്പലുകൾ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ ഭയപ്പെടുന്നുവെന്നും ഒക്കെയാണ് റിപ്പോർട്ടുകൾ. അതേസമയം മൈനുകൾ സ്ഥാപിക്കുന്നതിനേക്കാൾ ഏറെ പ്രയാസമാണ് അത് നീക്കം ചെയ്യുക എന്നത്. അതിന് ആധുനിക ഉപകരണങ്ങളും ഉദ്യോഗസ്ഥരും ആവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ കൈവശം അത്തരത്തിലുള്ള ആളുകളും ഉപകരണങ്ങളും ഇല്ലെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത്. മൈനുകൾക്ക് പുറമെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണ സാധ്യത നിലനിൽക്കുന്നതിനാൽ കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള ഭയവുമുണ്ട്. ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് കപ്പലുകളെ തടയുന്ന രീതി ഇറാൻ തുടരുന്നുവെന്നും അതിനാൽ ഈ പ്രദേശത്ത് വളരെ സംഘർഷം നിലനിൽക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ലോകത്തിലെ ആകെ അസംസ്കൃത എണ്ണയുടെ 20% കടന്നു പോകുന്നത് ഈ പ്രദേശത്തിലൂടെയാണ്. ഇത് അടച്ചിടുന്നതിലൂടെ ആഗോള എണ്ണവില നിയന്ത്രിക്കാനും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും മേൽ സമ്മർദ്ദം ചെലുത്താനും ഇറാന് സാധിക്കും. യുദ്ധത്തിൽ നിന്നും അമേരിക്ക പിന്മാറാതെ ഈ മേഖലയിൽ അയവ് വരുത്താൻ ഇറാൻ തയ്യാറാകില്ലെന്നാണ് സൂചനകൾ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടലിടുക്കിൽ ഒന്നാണ് ഹോർമൂസ്. ഒമാനും ഇറാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ കടൽഭാഗം പേർഷ്യൻ ഗൾഫിനെ ഒമാൻ കടലിടുക്കുമായും അറബിക്കടലുമായും ബന്ധിപ്പിക്കുന്നതാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ ഒരു വശത്ത് ഒമാനും UAEയും മറുവശത്ത് ഇറാനുമാണ്. രാജ്യാന്തര വ്യാപാരത്തിലെ പ്രധാന റൂട്ടായ ഹോർമൂസിലൂടെ ദിവസം 15 ദശലക്ഷം ബാരൽ എണ്ണയാണ് കടന്നു പോകുന്നത്. അതായത് രാജ്യാന്തര എണ്ണ വിതരണത്തിന്റെ ഏതാണ്ട് 20%. നമ്മുടെ രാജ്യത്ത് ആവശ്യമുള്ള എണ്ണയുടെ ഏതാണ്ട് 89% ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതാണ്. 40-ലേറെ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി. അതിൽ തന്നെ 40 മുതൽ 50% ഹോർമൂസിലൂടെയാണ്. ഇന്ത്യയിലേക്കുള്ള ദ്രാവീകൃത പ്രകൃതിവാതകത്തിന്റെ ഏതാണ്ട് പകുതിയും ഹോർമൂസിലൂടെയാണ് എത്തുന്നത്. ഇത് പെട്രോൾ വില വർധനവിന് മാത്രമല്ല, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്കും രാജ്യത്തെ നയിച്ചേക്കാം. ഹോർമൂസിലെ ഓരോ മൈനും യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് ആഗോള വിപണിയുടെ സുസ്ഥിരതയാണ്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, മറിച്ച് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഊർജ്ജ ഭീഷണി കൂടിയാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 20%-യും നിയന്ത്രിക്കാനുള്ള ഇറാന്റെ കരുത്തായി ഈ കടലിടുക്ക് മാറിയിരിക്കുന്നു. അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഉയർത്തുന്ന ഈ പ്രതിരോധം ലോകരാജ്യങ്ങളെ ഒന്നടങ്കം പ്രതിസന്ധിയിലാക്കുന്നതാണ്. മൈനുകൾ നീക്കം ചെയ്യാനുള്ള അന്താരാഷ്ട്ര സഹകരണം ഉണ്ടാകാതെയും അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടാതെയും ഹോർമൂസിലൂടെയുള്ള കപ്പൽ മാർഗം സുഗമമാകില്ല. കടലിനടിയിലെ ഈ മൈനുകൾ പൊട്ടിത്തെറിച്ചാലും ഇല്ലെങ്കിലും അവ സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതം വരും നാളുകളിൽ ആഗോള വിപണിയെ വേട്ടയാടും.